വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണ് എന്നാണ് ഇതുവരെ ഒരു വൈപ്പുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഈ പുറത്ത് വിട്ടിരിക്കുന്നത് SIPRI, സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവരുടെ ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, എനിക്ക് തോന്നുന്നു നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം പറഞ്ഞു, ആദ്യം സാറ്റലൈറ്റ് മീഡിയാസ് പറയുന്നതിന് മുമ്പ് പറഞ്ഞു, അത് കഴിഞ്ഞ് പല പല ഓൺലൈൻ മാധ്യമങ്ങളും പറഞ്ഞു കിരാന ഹിൽസിൽ അടിച്ചിട്ടുണ്ട് ഇന്ത്യയെന്ന്. ഇപ്പൊ അതവര് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആണവ ആയുധങ്ങൾക്ക് മേൽ ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് സിപ്രി ഇപ്പോൾ കൃത്യമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാന്റെയും ചൈനീസ് മന്ത്രാലയങ്ങളുടെയും അന്തഃപുരങ്ങളിൽ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ സിപ്രി പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് വേറൊന്നുമല്ല, നമ്മൾ ചരിത്രത്തിൽ ആദ്യമായി ഉടനടി ആക്രമണം നടത്താൻ കഴിവുള്ള ഒരു പ്രവർത്തന പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇന്ത്യ അങ്ങനെ ആവിഷ്കരിക്കുന്നതല്ല, കുറഞ്ഞത് 12 ആണവ ആയുധങ്ങളെങ്കിലും അല്ലെങ്കിൽ ആണവ പോർമുനകളെങ്കിലും നമ്മൾ അതിർത്തിയിൽ നിരന്തരം വിന്യസിച്ചിട്ടിരിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഈ ഇടയായിട്ടാണ് ഇന്ത്യയുടെ, പക്ഷേ അവരൊരു അത്ഭുതം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ ഒരു രീതി അനുസരിച്ച് ഇന്ത്യ അങ്ങനെ ചെയ്യുന്ന ഒരു രാജ്യമല്ല. പക്ഷെ ഇന്ത്യ ഇപ്പോ ഒരടി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആണവായുധം വന്നു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ കെൽപ്പുള്ള ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. അതിർത്തികളിൽ വിമാനങ്ങളിൽ പോർമുനകൾ വിന്യസിച്ചിട്ടിരിക്കുന്നു. അത് എല്ലാ അതിർത്തികളിലും പോർമുനകൾ വിന്യസിച്ചിട്ടിരിക്കുന്നു. ഒരു ആണവാക്രമണം വന്നാൽ കാര്യക്ഷമമായിട്ട് തകർക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കഴിയും എന്നുള്ളത് മാത്രമല്ല, അത് കഴിഞ്ഞ നിമിഷങ്ങൾക്കകം പ്രത്യാക്രമണം നടത്താനും ഇന്ത്യക്ക് കഴിയും. അതുകൊണ്ട് ഇന്ത്യ അതിർത്തിയിൽ ആണവ പോർമുനകൾ വിന്യസിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു, ഈ സിപ്രി പുറത്തുവിട്ടിരിക്കുന്നു. വേറൊരു കാര്യം, കരയിൽ മാത്രമല്ല കടലിലും ആണവ പോർമുനകളുള്ള ഈ സബ്മറൈനുകൾ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഓപ്പറേഷൻ സിന്ദൂറിന് ഇനി അധികം ദൂരമില്ല എന്ന് നമ്മൾ ഇതോടുകൂടി മനസ്സിലാക്കും. പല പല കാര്യങ്ങൾ നമ്മൾ 244 ജില്ലകളിൽ, അതിർത്തി ജില്ലകളിൽ ഈ സൈറന്റെ പണി തുടങ്ങിയത് നമ്മൾ ആ വാർത്ത ചെയ്തായിരുന്നു. ഇപ്പോൾ ആണവ പോർമുനകൾ വിന്യസിക്കുന്നു. ഇതിന് പിന്നാലെ ഇന്ന് രാവിലെ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, അഫ്ഗാനിസ്ഥാനിൽ വലിയ വ്യോമാക്രമണം പാകിസ്ഥാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അഫ്ഗാനിസ്ഥാനും റഷ്യയും തമ്മിൽ ഈ ഇടയ്ക്ക് പെട്ടെന്നൊരു കരാറുണ്ടായ ഒരു സാഹചര്യം ഞാൻ ഓർത്തു പോവുകയാണ്. കാരണം അഫ്ഗാനിസ്ഥാനും റഷ്യയും തമ്മിൽ കരാറുണ്ടാക്കി അഫ്ഗാനിസ്ഥാനെ ഇപ്പോൾ റഷ്യ ബാക്ക് ചെയ്യുകയാണ്. ആ സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് വമ്പൻ വ്യോമാക്രമണം ഈ റഷ്യ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ കലുഷിതമായിരിക്കുന്നു. നമ്മുടെ അതിർത്തി നമ്മൾ സേഫ് ആക്കിയിരിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ പാക് അധീന കശ്മീരിലെ കലാപം അതിഭീകരമായിട്ട് രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രൺധീർ ജയ്സ്വാൾ, ഇന്ത്യ അതിൽ ഇടപെട്ടു. രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ലോകശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരണം. ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, ഇവിടെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത്. എന്തുകൊണ്ട് ലോകം അത് ശ്രദ്ധിക്കുന്നില്ല? ഇത്രയും മനുഷ്യാവകാശ ലംഘനം അവിടെ നടത്തിയിട്ടാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആരോപണം ഉന്നയിക്കുന്നത് എന്നൊരു വെടി കൂടെ ഇന്ത്യ പൊട്ടിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഒരു ബിജുചേട്ടൻ പറയുന്നത് പോലെ കളമൊരുക്കി കലക്കി മറിച്ച് ഇട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ ആണവ പോർമുനകൾ പറന്ന് പൊങ്ങിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ബേസിക്കലി. പക്ഷെ അത് എന്നുണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്താന്ന് തോന്നുന്നു? ഏതായാലും എനിക്ക് തോന്നുന്നത് ഈ ഹിരാന ഹിൽസിൽ അടിച്ച വാർത്ത, യുദ്ധത്തിന്റെ ആ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയം മുതൽ നമ്മൾ പറയുന്ന ഒരു സാധനമാണ്. ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതാണ്. നമുക്ക് താഴെ കമന്റ് ഒക്കെ ഒരുപാട് വന്നതാണ്. പക്ഷെ ഇപ്പൊ പതുക്കെ ലോകവും അത് അതെ, ഇപ്പൊ ലോകവും അത് ലൈവിലാണ് നമ്മളത് പറഞ്ഞത് ആദ്യം തുടങ്ങുന്നത്. ഇപ്പൊ അത് ലോകവും പതുക്കെ അംഗീകരിക്കുന്ന സന്തോഷമുണ്ട്. പക്ഷെ ഇപ്പോൾ ഇപ്പൊ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് ഇന്ത്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് കരുതിയ ഒരു സാധനം. കാരണം ഇത്രയും വർഷം നമ്മുടെ രാജ്യം സ്വതന്ത്രമായി ഇത്രയും വർഷത്തിനിടയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ആണവ പോർമുന എന്ന് പറയുമ്പോൾ ആണവായുധത്തിന്റെ അവസാനത്തെ പ്രൊഡക്റ്റ് ആണ്. ഈ ആണവ പോർമുനകൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ആണവായുധം വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ആ അവസാനത്തെ പ്രൊഡക്റ്റ് നമ്മൾ വിന്യസിച്ചു തുടങ്ങിയിരിക്കുന്നു. അതൊരു വലിയ വാർത്തയാണ്. കാരണം നാളെ ഇതുവരെ ഇന്ത്യ പോലൊരു രാജ്യത്തിന് അതിന്റെ ആവശ്യം വന്നിട്ടില്ല, നമ്മൾ അങ്ങനെ ചെയ്തിട്ടുമില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ആണവ പോർമുനകൾ ഫിറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അത് ഘടിപ്പിച്ചിട്ടുള്ള വിമാനങ്ങൾ, കപ്പലുകൾ, അതിർത്തികൾ ഇത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ 12 ആണവ പോർമുനകളാണ് വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അവർ പറയുന്ന മറ്റൊരു കാര്യം, ചൈന 24 പോർമുനകളായിരുന്നു അവർ വിന്യസിച്ചിരുന്നത്. ഇപ്പോൾ അത് 34 ആക്കിയിട്ടുണ്ട്. എല്ലാവരും ആണവ പോർമുനകൾ വിന്യസിച്ചു തുടങ്ങി. അതിൽ ഇന്ത്യ വിന്യസിച്ചതാണ് അവരുടെ വാർത്തയുടെ ഹൈലൈറ്റ്. അങ്ങനെ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ഒരു രാജ്യമല്ല. മറ്റൊന്നും കൂടി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഇസ്രയേലിലെ ഉത്തര കൊറിയൻ കവച്ചു വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. അതായത് ത്വരിതഗതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇന്ത്യ കൂടുതൽ ആണവായുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഒരു യുദ്ധത്തിന്റെ ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്നൊരു സംശയം വരുന്നുണ്ട്. അതിന് കാരണം ഈ POKയിലെ കലാപം
വലിയ രീതിയിലുള്ള സംഘർഷം. ഇന്നലെ അവിടെ ഒരു ശവസംസ്കാര ചടങ്ങ് നടക്കുകയുണ്ട്. ആ ശവസംസ്കാര ചടങ്ങിനിടയിലേക്ക് പട്ടാളം തുരുതുര വെടിവെക്കുകയും 11 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇന്നലെ മാത്രം അവിടെ 30 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഒഫീഷ്യലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. അത് കൂടാതെ ഒരു 11 പേരോട് കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വാർത്ത. നമ്മൾ ഈ ചെയറിൽ ഇരിക്കുന്നതിന് തൊട്ടു മുമ്പ് നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ചാണെങ്കിൽ അവിടെ 11 പേരോട് ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ മുമ്പൊന്നും ഇല്ലാത്ത വിധം POKയിലെ ഈ സംഘർഷം ഇപ്പൊ ലോകശ്രദ്ധ നേടിയിരിക്കുന്നു. ഇന്ത്യയാണ് ആദ്യം ഇടപെടുന്നത്. ഇന്ത്യ പറഞ്ഞത് അവസാനിപ്പിച്ചേ പറ്റൂ, അങ്ങനെ അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്താൻ പറ്റില്ല, ലോകം ഇടപെടണമെന്ന് ഇന്ത്യ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ 30ഓളം ബ്രിട്ടീഷ് MP ഇപ്പോൾ ഒരു കത്ത് എഴുതിയിരിക്കുന്നു. അവരുടെ പാർലമെന്റിൽ ഒരു പ്രമേയം പാസ്സാക്കി. 30ഓളം സ്വതന്ത്ര ബ്രിട്ടീഷ് MP പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്നത് POK നടക്കുന്ന മനുഷ്യാവകാശ ലംഘനമാണ്, ഒരു സ്വതന്ത്ര പ്രദേശത്തേക്ക് കടന്നു കയറി നടത്തുന്ന ഭീകര പ്രവർത്തനമാണ് എന്നവർ പറയുന്ന നിലയിലേക്ക് എത്തി. മുമ്പെങ്കിലും നമ്മളിത് കണ്ടിട്ടില്ല. POK കലാപം നടക്കുമ്പോൾ, ബലൂചിസ്ഥാനിൽ കലാപം നടക്കുമ്പോൾ, ഖൈബർ പഖ്തൂൺ മേഖലയിൽ കലാപം നടക്കുമ്പോഴൊന്നും നമ്മളിത് കണ്ടിട്ടില്ല. ഇതിനിടയിൽ ഇന്ത്യയുടെ വലിയൊരു നയതന്ത്ര നീക്കം കൂടി വിജയം കണ്ടു. ബലൂചിസ്ഥാനിലുള്ള പോരാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം, അവരെ ഭീകരവാദ ലിസ്റ്റിൽ പെടുത്തരുത്. പാകിസ്ഥാന് നിരന്തരം ആവശ്യമായിരുന്നു ബലൂചിസ്ഥാൻ പോരാളികളെ BLA ഭീകരവാദികളായി പ്രഖ്യാപിക്കണമെന്ന്. പക്ഷെ നമ്മൾ അത് വളരെ നമ്മൾ മാത്രമാണ് ബലൂചിസ്ഥാന് വേണ്ടി നിന്നിട്ടുള്ളതും ഇത് ചെയ്യരുത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതുമൊക്കെ. നമ്മള് ബലൂചിസ്ഥാന് വേണ്ടിയിട്ട്, ബലൂചിസ്ഥാൻ പോരാളികൾക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ അനവധി വട്ടം സംസാരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അമേരിക്ക അതിന് തയ്യാറായിരിക്കുന്നു. അമേരിക്ക പറയുന്നു ഞങ്ങൾ ബലൂചിസ്ഥാനിലെ ഈ പോരാളികളെ ഭീകരരായി പ്രഖ്യാപിക്കില്ല എന്ന്. പാകിസ്ഥാന്റെ നിരന്തര ആവശ്യമായിരുന്നു അമേരിക്കയെ കൊണ്ട് ഇത് പ്രഖ്യാപിക്കുക എന്നുള്ളത്. അവിടെ ഇന്ത്യയുടെ ഡിമാൻഡ് അമേരിക്ക അംഗീകരിച്ചു. ബലൂചിസ്ഥാനിലെ അവരെ ഭീകരവാദ പട്ടികയിൽ ഒഴിവാക്കി. ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സാമ്പത്തിക സഹായം നൽകാൻ കഴിയില്ല, വേറെ ഒരു രാജ്യത്തിനോ വേറൊരാൾക്കോ നൽകാൻ കഴിയില്ല. കാരണം ഭീകരരെ സഹായിക്കുന്നതിന് തുല്യമാകും. ആ ഒരു സാമ്പത്തിക സഹായം കിട്ടില്ലെങ്കിൽ ഒരു പോരാട്ടം എങ്ങനെയാണ് മുൻപോട്ട് പോവുക? അപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ സ്റ്റാൻഡിനെ അംഗീകരിച്ചു എന്നുള്ളതും വളരെ ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ്. ഇനി മറ്റൊന്നിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഈ പാകിസ്ഥാൻ ഇന്നലെ അർദ്ധരാത്രി മുതല് കുന്നാർ, കോസ്റ്റ, പക്തിക തുടങ്ങിയ അഫ്ഗാനിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കനത്ത ബോംബിംഗ് നടത്തിയിരിക്കുന്നു. 11 കുട്ടികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്, 13 സിവിലിയൻസ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ടോട്ടൽ 24 പേർ കൊല്ലപ്പെട്ട വിവരം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത് ഈ അഫ്ഗാനിസ്ഥാന്റെ വക്താവായിട്ടുള്ള സബിയുള്ള മുജാഹിദാണ്. അദ്ദേഹം പറഞ്ഞത് നിഷ്ഠൂരമായ ഒരു ആക്രമണം, അതായത് ജനവാസ കേന്ദ്രങ്ങളിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ പാകിസ്ഥാൻ കനത്ത വ്യോമാക്രമണം, ബോംബുകൾ വാരി വിതറുകയാണ്. സ്ത്രീകള്, കുട്ടികള്, വൃദ്ധന്മാര് ഇവരൊക്കെയാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതല്ലാതെ വേറെ ഒരാളും കൊല്ലപ്പെടുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഈ 11 കുട്ടികളൊക്കെ കേരളത്തിൽ ഒരു പ്രശ്നമില്ലല്ലോ. അതില്ല, അത് ഗസയിൽ മാത്രമേ കുട്ടികളുള്ളൂ, ബാക്കിയോടത്തൊന്നും കുട്ടികളില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നം. അപ്പൊ അതായത് ശരിക്കും പറഞ്ഞ ഇന്ത്യയുടെ പടിവാതിലിൽ ഇപ്പോൾ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ വലിയ സംഘർഷവും വ്യോമാക്രമണവും, നമ്മുടെ തൊട്ടതിർത്തി നമ്മളോട് ചേർന്ന് കിടക്കുന്ന POKയിൽ വലിയ സംഘർഷം. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ ജനശ്രദ്ധ തിരിക്കുവാനോ മറ്റെന്തെങ്കിലിനോ വേണ്ടിയിട്ട് ഇന്ത്യക്ക് നേരെ ഒന്ന് തിരിയാൻ സാധ്യതകൾ ഏറെയാണ്. 2, അമേരിക്കയോട് പിന്തുണയോടുകൂടി ആകണം ഒരുപക്ഷെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ഒരു ആക്രമണം ഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ ഇറാന് ചിലപ്പോൾ ഈ അഫ്ഗാനിസ്ഥാന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാകും. ഇറാനും റഷ്യയുമായി ധനുഷ് നേരത്തെ പറഞ്ഞ ഒരു കരാറിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആയുധ കരാർ മാത്രമേ ഉള്ളൂ, സഹകരണമില്ല കേട്ടോ, അത് എടുത്തു പറയണം. സൈനിക സഹകരണമില്ല, ആയുധ കരാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നാൽ അഫ്ഗാനിസ്ഥാൻ വഴി ഈ സാധനം ഇറാനിലേക്ക് എത്തും. അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണോ ഈ ആക്രമണം നടത്തിയതെന്നറിയില്ല. ഇല്ലെങ്കിൽ ഈ കരാറിന് ഒരു ബദലായിട്ട് അമേരിക്കയുടെ ഫോഴ്സിലാകണം. ഈ വെടിനിർത്തി യാതൊരു പ്രകോപനവും ഇല്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് കൊണ്ട് ബോംബിടണമെങ്കിൽ ഈ എന്തെങ്കിലും ഒരു ശക്തി അതിന്റെ പിന്നിലുണ്ടാകുമല്ലോ. അപ്പൊ സ്വാഭാവികമായി തന്നെ ഈ അഫ്ഗാനും റഷ്യയുമായിട്ടുള്ള കരാറിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് പാകിസ്ഥാനല്ല, അമേരിക്കയാണ്. കാരണം ഈ അഫ്ഗാൻ വഴി ഇറാനിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ എളുപ്പത്തിൽ കഴിയും. കാരണം ഓൾറെഡി കരാറ് അഫ്ഗാനുമായിട്ടുള്ളപ്പോൾ അഫ്ഗാൻ ആയുധം കൊടുക്കാമല്ലോ, ഈ ആയുധങ്ങൾ നേരെ ഇറാനിലും എത്താമല്ലോ. ഈ ഒരു കണ്ടീഷനിലായിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിന്റെ ആത്യന്തിക ഫലമായി കാണുന്ന ഒരു കാര്യം, ഇവരെല്ലാം കൂടെ പാകിസ്ഥാനിൽ നേർക്ക് തിരിയുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്യും. കാരണം ഈ പറയുന്ന ഇറാൻ ഇപ്പോൾ തന്നെ ജോർദാനൊന്നും അവർ ടാർഗറ്റിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളൊന്നും അല്ല, പക്ഷെ അമേരിക്കൻ താവളം എന്ന നിലയിലാണ്. പക്ഷെ ഈ അമേരിക്കൻ താവളം പാകിസ്ഥാനിലുമുണ്ട്. ഇത് കറങ്ങിത്തിരിഞ്ഞ് ഇറാന്റെ മിസൈലുകൾ പാകിസ്ഥാനിൽ പതിക്കുന്ന സമയം വിദൂരമല്ല. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെതിരെ തിരിയുന്ന സമയമല്ല. ആ സമയം നമ്മൾ കയറി അടിക്കും. ഇതിനകത്ത് പോസിറ്റീവായിട്ട് കാണുന്നത് ഇപ്പോൾ ഈ ബലൂചിസ്ഥാൻ പോരാളികളെ അമേരിക്ക അവരുടെ ടെറർ ലിസ്റ്റിൽ പെടുത്താത്തത് കൊണ്ട് അവർക്കൊരു ശക്തമായ പോരാട്ടം ആ സമയത്ത് കാണി. POK ഒരുപക്ഷെ POK നടക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമരമായിട്ട് ഒരുപക്ഷെ അത് മാറിയേക്കാം. സ്വതന്ത്ര POK എന്നുള്ളതാണല്ലോ സ്വതന്ത്ര POK എന്നാണ് പറയുന്നത്. അപ്പൊ സ്വതന്ത്ര POK എന്നുള്ള ആ നിലയിലേക്ക് ഒരു സ്വാതന്ത്ര്യ സമരമായി അത്
മാറിയേക്കാം. അവിടുത്തെ അവാമി ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ വളരെ ശക്തമായ ഒരു സമരത്തിലേക്കാണ് പോകുന്നത്. മുമ്പൊക്കെ അവിടെ ഇങ്ങനെ അടിച്ചമർത്ത് കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് ഒരു 3-4 വർഷമായിട്ട് ഇത് തന്നെ ഉണ്ട്. കാരണം നമ്മളാണെന്ന് എനിക്ക് തോന്നുന്നു പിഒക്കയുടെ ഏറ്റവും കൂടുതൽ വാർത്ത നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൊടുക്കാറുള്ളത് നമ്മളാണെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു 3-4 വർഷം കൊണ്ട് ഒരുപാട് ആക്രമണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. ഇതേപോലെ പട്ടാളം അടിച്ചമർത്തിട്ടുണ്ട്. അവിടെ ഒരു പെൺകുട്ടിയൊക്കെ മുമ്പ് ഒരു സ്കൂളിന്റെ മുമ്പിൽ കളിച്ചോണ്ടിരുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പട്ടാളത്തിന്റെ വെടിവെപ്പില്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഒരുപക്ഷെ അവരുടെ ഒരു സ്വാതന്ത്ര്യം, കാരണം ഇത്തവണത്തെ അവരുടെ പോരാട്ടത്തിന് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നും പറയുന്നു, അവരുടെ പോരാട്ടത്തിന് വേറൊരു പുതിയ മാനം കൈവന്നിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ ഒരു ശ്രദ്ധ ആ പോരാട്ടത്തിന് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു അകമഴിഞ്ഞ തുറന്ന പിന്തുണ പിഒകെയിലെ ആ സമരത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഏതായാലും ഇപ്പോൾ യുദ്ധം ഒരു സ്ഥലത്ത് അമേരിക്ക ഇറാൻ യുദ്ധം അത് പശ്ചിമേഷ്യയിൽ ഒതുങ്ങി നിൽക്കുന്നു എന്ന് നമ്മൾ കരുതുമ്പോൾ പശ്ചിമേഷ്യക്ക് അപ്പുറത്തേക്ക് അത് നീങ്ങുന്ന കാഴ്ച കാണുന്നു. മറ്റൊരിടത്ത് സെൻട്രൽ ഏഷ്യയിലും സൗത്ത് ഏഷ്യയിലേക്കും യുദ്ധം വ്യാപിക്കുന്നതിന് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഒപ്പം തന്നെ പിഒകെയുടെ സംഘർഷം. ഇതിനിടയിൽ ചൈന വലിയ രീതിയിൽ ഒരുങ്ങുന്നു. മറ്റൊരു റിപ്പോർട്ട് കൂടെ വന്നിട്ടുണ്ട് ധനുഷ, അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആ റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഡയമണ്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടാണ്. നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ മറ്റേ ചാനലിൽ അതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ കുറിച്ച് ആ റിപ്പോർട്ട് പറയുന്നു 2027 ചൈന തായ്വാൻ പിടിച്ചെടുക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് കണക്കുകളും കാര്യങ്ങളും വെച്ചിട്ടാണ്. ആ റിപ്പോർട്ട് എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞങ്ങളുടെ ന്യൂസ് ചാനലുണ്ട്, ന്യൂസ് ഇന്ത്യ മലയാളം എന്ന് പറയുന്നത്. ആ ന്യൂസ് ചാനൽ കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് ആ റിപ്പോർട്ട് വന്നിരിക്കുന്നത്, ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നും. അപ്പോൾ ഏതാണ്ട് പശ്ചിമേഷ്യ, സെൻട്രൽ ഏഷ്യ, സൗത്ത് ഏഷ്യ, അങ്ങനെ ഒരുപക്ഷെ നമുക്കതിനെ 3-ാം ലോക മഹായുദ്ധം, ഒരുപക്ഷെ എന്നല്ല 3-ാം ലോക മഹായുദ്ധം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ലോകത്തിന്റെ പകുതി ഇവിടെയാണ്, ലോകത്തിന്റെ ഒരു പകുതി അവിടെയുമാണ്. അവിടെയും ഇവിടെയും എല്ലാം അവിടെയും ഇവിടെയൊക്കെ ബോംബും മിസൈലും ഒക്കെ വീണ് കഴിയുമ്പോൾ സ്വാഭാവികമായത് ലോകയുദ്ധത്തിലേക്ക് പോകും. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ യുദ്ധത്തിന്റെ കെടുതിയിലാണ് ധനുഷ ഇപ്പൊ തന്നെ. കാരണം ഈ ക്രൂഡ് ഓയിലും ഗ്യാസും കിട്ടാതായി നമ്മൾ ഇപ്പൊ തന്നെ കെടുതി അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ നമുക്ക് ജാഗ്രതയോടിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്. ഒരു വൈറസ് പടർന്നു പിടിക്കുന്നു. ഈ എബോള വൈറസിന്റെ ഒരു വ്യാപനം ഇപ്പോൾ പലയിടത്തും കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതും എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് അങ്ങനെയാണല്ലോ യുദ്ധം വരുമ്പോൾ യുദ്ധത്തിന് കൂടെ ലോകത്തെമ്പാടും വരുന്നൊരു കാര്യമാണ് രോഗം, പകർച്ചവ്യാധി. അത് എവിടെ യുദ്ധം ഉണ്ടായാലും പകർച്ചവ്യാധിയും ഉണ്ടാകും അതിന്റെ കൂടെ. യുദ്ധം, പകർച്ചവ്യാധി, പട്ടിണി, ഇത് 3 കാര്യങ്ങളാണ് യുദ്ധത്തിന്റെ പരിണത ഫലങ്ങൾ. ഇപ്പോൾ അതും എത്തിയിരിക്കുന്നു. 2 കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പട്ടിണിയിലേക്ക് ലോകത്തെ ഒരു രാജ്യവും ഇതുവരെ പോയിട്ടില്ല. ഇങ്ങനെയൊക്കെ വരുന്നു. ഇതാണ് പുതിയ ഒരു കാര്യം. ഇനിയിപ്പം ഇനി എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളെല്ലാം ഇതിന്റെ അപ്ഡേഷൻസ് ഉണ്ടാകും. ഇതിവിടം കൊണ്ടൊന്നും തീരും എന്ന് തോന്നുന്നില്ല. കാരണം ആകപ്പാടെ കലങ്ങി മറിയുന്നു. ഇതും നരേന്ദ്രമോദി വളരെ മുമ്പേ പ്രെഡിക്റ്റ് ചെയ്ത കാര്യമാണിത്. ഈ പതിറ്റാണ്ട് സംഘർഷങ്ങളുടെ പതിറ്റാണ്ടാണെന്നാണ് അദ്ദേഹം നോർവേയിൽ വെച്ച് പറഞ്ഞത്. ഏതായാലും അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.